മൈക്രോ പ്രോസസ്സറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻട്രപ്റ്റ്സ്. 8085 മൈക്രോ പ്രോസസ്സിലെ ഇൻട്രപ്റ്റ്സ് ഹാൻഡ്ലിങ് കാര്യങ്ങളൊക്കെ. അതായത് എന്താണ് ഇൻട്രപ്റ്റ്സ്? ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം അല്ലേ. പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഇൻ്റർഫറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഏതെങ്കിലും ഒരു ലൈനിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇൻ്റർഫറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു IO റിക്വസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് റൺ ചെയ്യുന്ന ഈ പ്രോഗ്രാം അല്ലേ, ലൈൻ ബൈ ലൈനായിട്ട് റൺ ചെയ്യാണ് പ്രോഗ്രാം. ഇടയിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു IO റിക്വസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പവർ ഫൈലേഴ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ആയിട്ടുള്ള മെസ്സേജോ പോപ്പപ്പ് മെസ്സേജോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഇൻട്രപ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതായത് ഇവിടെ കറൻ്റ്ലി റൺ ചെയ്യുന്ന ആ ലൈനില്ലേ അത് കംപ്ലീറ്റ് ആക്കും അല്ലേ. ഇത്രയും ഇനി പെൻഡിങ് റൺ ചെയ്യാനുണ്ട്, എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. ഇവിടെ ഇത്ര ഭാഗം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലേ, ഇത്ര ഭാഗത്തിൻ്റെ ഡീറ്റെയിൽസ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേബിൾ ഉണ്ട്. ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ, ഇതിൻ്റെ സ്റ്റാറ്റസ്, ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്റ്റാറ്റസ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻറ്ററപ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോർമൽ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാമിനെ തടയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ ഇൻറ്ററപ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഓരോ ഇൻട്രപ്റ്റും സെപ്പറേറ്റ് ഇൻട്രപ്റ്റ്സ് ഉണ്ട്. ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ്സ് ഉണ്ട്. ഇൻട്രപ്റ്റ്സിൻ്റെ ടൈപ്പ് അനുസരിച്ച് ആ ഇൻട്രപ്റ്റ് എവിടെയാണോ അതിൻ്റെ എന്ത് വർക്കിംഗ് ആണോ ചെയ്യേണ്ടത് അതിലേക്കാണ് നേരെ ആ പ്രോഗ്രാം എന്ത് ചെയ്യും? ഈ പ്രോഗ്രാം നേരെ എവിടേക്ക് പോകും? ഇൻട്രപ്റ്റിലേക്ക്. എന്താണോ ഇൻട്രപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിലേക്ക് പോയി അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ റിമൈനിങ് ആയിട്ടുള്ള ലൈൻസ് ഓഫ് കോഡ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നോക്കിയാൽ ഇനി ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ്സാണ്. 8085 രണ്ട് ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ്സ് ആണ് ഉള്ളത്. നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറി അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ് ഉണ്ട്, അത് പറയാം. അതിന് മുന്നേ മെയിനായിട്ട് വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ്സ് ആണുള്ളത്: ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ്. ഓക്കെ, ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മൈക്രോ പ്രോസസ്സറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു പിൻ ഡയഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഒരുപാട് പിൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ട് ഈ പിൻ ഡയഗ്രത്തിലൂടെ ഇൻട്രപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രപ്റ്റ് ബൈ ദി പിൻസ് അല്ലേ, ഹാർഡ്വെയർ പിൻസ് വഴി ഇൻട്രപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ്. ആൻഡ് ദി സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഓഫ് കോഡ് ആയിട്ട് അല്ലേ, ഒരു പ്രോഗ്രാം കൺട്രോൾഡ് ന്യൂമോണിക്സ് ആയിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമായിട്ട് ഇൻട്രപ്റ്റ് വരികയാണെങ്കിൽ അതാണെന്ത്? സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ്. അപ്പോൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് വരുന്നത് 8085 5 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സും 8 സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റും ആണുള്ളത്. ഓക്കെ, 5 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ട്രാപ്പ്, നെക്സ്റ്റ് RST 7.5, RST 6.5, RST 5.5 ആൻഡ് INTR. ഇതാണ് 8085 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ്. ആൻഡ് ദ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആർ RST 0 to 1, 2, 3, 4, 5, 6 ആൻഡ് 7. 8 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആണുള്ളത് അല്ലേ. RST 0, RST 1, RST 2, RST 3, RST 4, 5, RST 6, RST 7 വരെ 8 സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ്. ഓക്കെ, ഇതാണ് ഒരു കാറ്റഗറി ഓഫ് ഇൻട്രപ്റ്റ് ഇൻ 8085. നെക്സ്റ്റ് ഈ സെയിം ഇൻട്രപ്റ്റ്സിനെ തന്നെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്. അപ്പോൾ എന്താണ് ഈ മാസ്കബിൾ ഇൻട്രപ്റ്റ് അല്ലെങ്കിൽ എന്താണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്? ഓക്കെ, അപ്പോൾ മാസ്കബിൾ ഇൻട്രപ്റ്റിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. മാസ്കബിൾ ഇൻട്രപ്റ്റ് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള മാസ്കബിൾ ഇൻട്രപ്റ്റ് MI ആൻഡ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻട്രപ്റ്റിനെ ക്യാൻ ബി ഇഗ്നോർഡ്
ക്യാൻ ബി ഇഗ്നോർഡ്. അതായത് ഇപ്പോൾ നമുക്ക് നോർമൽ റണ്ണിങ് ഓഫ് പ്രോഗ്രാം, ഒരു പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഒരു ഇൻട്രപ്റ്റ് വന്നു. ഓക്കെ, ഇങ്ങനെ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻട്രപ്റ്റിനെ ഒന്ന് ഡിലേ ആക്കാം. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ ബാക്കിയുള്ള പെൻഡിങ് വർക്ക് കൂടി കഴിഞ്ഞ ശേഷം ഇതിനെ ഡീൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള 2 ഇൻട്രപ്റ്റ് വന്നു. ഓക്കെ, സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഇപ്പോൾ RST 0 വന്ന് RST 7 വന്ന്. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് വന്നിട്ട് അടുത്തൊരു ഇൻട്രപ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വരുന്ന ഇൻട്രപ്റ്റിനെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും അത് റൺ ചെയ്യിക്കണം, പക്ഷേ അത് നമുക്ക് ഡിലേ ചെയ്യുക, അല്ലേ? ക്യാൻ ബി ഇഗ്നോർഡ് ഓർ ഡിലേ. ഓക്കെ, നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റ് ഒരു നോർമൽ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്തായാലും നിർബന്ധമായിട്ടും ആ ഇൻട്രപ്റ്റിനെ ഡീൽ ചെയ്തിട്ടതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ, എന്ത് കാര്യങ്ങളാണെങ്കിലും, ഇപ്പോൾ സൈമിൾട്ടേനിയസ് എക്സിക്യൂഷൻ ഓഫ് ഇൻട്രപ്റ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമൽ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം ആയിക്കോട്ടെ, എന്ത് വന്നു കഴിഞ്ഞാലും ഈ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്, ആ പേരിൽ തന്നെ ഉണ്ട്, അത് ഒരിക്കലും മാസ്ക് ചെയ്യാൻ പറ്റില്ല, ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല, ഡിലേ ചെയ്യാൻ പറ്റില്ല. അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, അത് അവിടെ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണോ ആ ഇൻട്രപ്റ്റ് ആ ഒരു നോർമൽ എക്സിക്യൂഷൻ്റെ ഇടയിൽ വന്ന് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഉടനടി അതിൻ്റെ പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് മാസ്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല, അല്ലേ? കനോട്ട് ഇഗ്നോർഡ്. അപ്പോൾ ഏതൊക്കെയാണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്, ഏതൊക്കെയാണ് മാസ്കബിൾ ഇൻട്രപ്റ്റ്? അപ്പോൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റിലാണ് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ഏതൊക്കെയാണുള്ളത്? ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ട്രാപ്പ്, RST 7.5, RST 6.5, RST 5.5 ആൻഡ് INTR, അല്ലേ? ഇതിൽ ഈ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻട്രപ്റ്റാണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്, അല്ലേ? നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ബാക്കിയുള്ള 5 ഹാർഡ്വെയർ ഇൻട്രപ്റ്റാണുള്ളത്. ട്രാപ്പ്, RST 7.5, 6.5, 5.5, INTR. ഇതിൽ ട്രാപ്പ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റാണ്. അപ്പോൾ ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ ട്രാപ്പിനെ ഡീൽ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് RST 7.5, 6.5 ആൻഡ് 5.5 ആൻഡ് INTR വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിലേ ചെയ്യിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ 2 എണ്ണം ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ മേലെ ഡിലേ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് മാസ്കബിൾ ഇൻട്രപ്റ്റ്, ക്യാൻ ബി ഇഗ്നോർഡ്. അപ്പോൾ ഇത് ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റിൻ്റെ കാറ്റഗറൈസേഷൻ നമ്മൾ പറഞ്ഞത്, സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ആൻഡ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്, ദെൻ മാസ്കബിൾ ഇൻട്രപ്റ്റ്, നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വെക്റ്റേഡ് ആൻഡ് നോൺ വെക്റ്റേഡ് ഇൻട്രപ്റ്റ്. വെക്റ്റേഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻട്രപ്റ്റിനും, ഇപ്പോൾ ട്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ഇൻട്രപ്റ്റിനും അതിനൊരു വെക്റ്റേഡ് അഡ്രസ്സ് ഉണ്ടാവും. വെക്റ്റർ അഡ്രസ്സ് ഉള്ള ഇൻട്രപ്റ്റിനെയാണ് വെക്റ്റേഡ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻട്രപ്റ്റ് ഉണ്ട്, അല്ലേ? ഈ ട്രാപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രപ്റ്റ് ഒരു നോർമൽ എക്സിക്യൂഷൻ്റെ ഓഫ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തൊക്കെ ചെയ്യേണ്ടത്, അതായത് അത് ആ നോർമൽ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാമിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു അഡ്രസ്സ് ഉണ്ടാവും, അല്ലേ? ഓക്കെ, ആ അഡ്രസ്സാണ് ഇത്. ട്രാപ്പിൻ്റെ കേസിൽ അത് കണ്ടോ, 24H എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, RST 5.5 ആണെന്നുണ്ടെങ്കിൽ 2CH എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെമ്മറി ലൊക്കേഷൻ. നെക്സ്റ്റ് ഇതിനൊക്കെ ഓരോന്നും ഓരോ അഡ്രസ്സ് ഉണ്ട്. 6.5 ആണെങ്കിൽ 34H ആൻഡ് 7.5 ആണെങ്കിൽ 3CH. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഒരു വെക്റ്റേഡ് അഡ്രസ്സാണ്, അല്ലേ? ഇങ്ങനെ വെക്റ്റേഡ് അഡ്രസ്സ് ഉള്ള ഇൻട്രപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെക്റ്റർ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു അഡ്രസ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, നോൺ വെക്റ്റേഡ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെക്റ്റേഡ് അഡ്രസ്സിനെ കാണാനുള്ള അതിൻ്റെ വെക്റ്റർ അഡ്രസ്സ് ഒരു ഇപ്പോൾ RST 5.5ൻ്റെ വെക്റ്റർ അഡ്രസ്സ് നമുക്ക് കാണണം. അപ്പോൾ അത് കാണാനുള്ള ഒരു ഫോർമുലയാണ് എന്ത്, അതിൻ്റെ ടൈപ്പ് ഇൻറ്റു 8. അതായത് ഇപ്പോൾ RST 5.5 ആണെങ്കിൽ 5.5 ഇൻറ്റു, അപ്പോൾ ഈ 5.5 ഇൻറ്റു 8 ചെയ്യുക.
എന്നിട്ട് അതിനെന്ത് ചെയ്യുക, അതിൻ്റെ ഹെക്സാഡെസിമൽ കാണാം. ഓക്കെ, അങ്ങനെ ഹെക്സാഡെസിമൽ കാണുന്ന ആ വാല്യൂ ആണ് എന്ത് 2CH എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടൈപ്പ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻട്രപ്റ്റിൻ്റെ നെയിം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെക്റ്റർ അഡ്രസ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. അപ്പോൾ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്താ, നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്താ നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് പ്രയോറിറ്റി ഓഫ് ഇൻട്രപ്റ്റ്. ഓക്കെ, നമുക്ക് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ഇപ്പോൾ 5 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 5 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ഇപ്പോൾ സൈമിൾട്ടേനിയസ് എക്സിക്യൂഷൻ ഓഫ് ഇൻട്രപ്റ്റ് നമ്മൾ പറഞ്ഞു. അതായത് ഒരേ ടൈമിൽ ഒന്നിൽ കൂടുതൽ ഇൻട്രപ്റ്റ് അറ്റ് എ ടൈം ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇൻട്രപ്റ്റിനെ ആദ്യം ഡീൽ ചെയ്യണം? അതായത് ആദ്യം വന്ന ഇൻട്രപ്റ്റിനെയാണോ ഡീൽ ചെയ്യേണ്ടത്, അല്ല നെക്സ്റ്റ് വന്ന ഇൻട്രപ്റ്റിനെയാണോ ഫസ്റ്റ് ഡീൽ ചെയ്യേണ്ടത്, അതല്ല അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചാണോ ഡീൽ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രയോറിറ്റി ബേസ്ഡ് ഇൻട്രപ്റ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സുകൾ അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റാണ്. അപ്പോൾ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കനോട്ട് ബി ഇഗ്നോർഡ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഇഗ്നോർ ചെയ്യാൻ ഒരിക്കലും പറ്റാത്ത ഇൻട്രപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഹയർ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു ഇൻട്രപ്റ്റാണുള്ളത്. ഓക്കെ, ഇതിൻ്റെ താഴേക്ക് ഇപ്പോൾ 7.5 വന്നു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ പ്രയോറിറ്റി കുറച്ച് കുറഞ്ഞ്. ഓക്കെ, 6.5 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോറിറ്റി കുറച്ച് കുറഞ്ഞു. 5.5 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോറിറ്റി കുറഞ്ഞു. ഏറ്റവും ലോവർ ആയിട്ടുള്ള പ്രയോറിറ്റി INTR ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രയോറിറ്റി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻട്രപ്റ്റ്സ് ഇൻ 8085. ഓക്കെ, എന്തൊക്കെയാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്, അതിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ. നെക്സ്റ്റ് മാസ്കബിൾ ഇൻട്രപ്റ്റ്, നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്, അതിൻ്റെ കാറ്റഗറൈസേഷൻ. അത് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയാം. ആൻഡ് വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് അല്ലേ, അതും ഹാർഡ്വെയർ, അതിന് ഓരോ വെക്റ്റർ അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ പ്രയോറിറ്റി ഓഫ് ഇൻട്രപ്റ്റ്സ് വെച്ചിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഹൈ പ്രയോറിറ്റി ഇൻട്രപ്റ്റ് അതല്ല, ട്രാപ്പാണ് ഹൈ പ്രയോറിറ്റി ഇൻട്രപ്റ്റ്. ആൻഡ് നമുക്കതിൻ്റെ ഇൻട്രപ്റ്റ് ടൈപ്പ് വാല്യൂ കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രയോറിറ്റി കുറഞ്ഞു വരും. അതായത് ഇതെന്താണ് അർത്ഥമാക്കുന്നത്, അതായത് സെയിം ടൈമിൽ ഒരു പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റം മൈക്രോ പ്രോസസ്സറിലേക്ക് RST 5.5ഉം 7.5ഉം RST 6.5ഉം സെയിം ടൈമിൽ വരികയാണ്. സെയിം ടൈമിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ആരെയാണ് ഫസ്റ്റ് ഡീൽ ചെയ്യേണ്ടത്? അതായത് ഇവിടെ പ്രയോറിറ്റി ആരാ കൂടുതൽ? RST 7.5 ആണ്. അപ്പോൾ ഈ 7.5 ഇൻട്രപ്റ്റിനെ ഫസ്റ്റ് ഡീൽ ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, 6.5 സോൾവ് ചെയ്യുക. ഓക്കെ, ഇതാണ് എന്ത് ഇൻട്രപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.